മുതൽ കൊട്ടാരം വരെ ചർച്ച ചെയ്യുന്ന ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? എന്നിട്ട് മുപ്പരനെ പറയാ ഒരു കാന്തപുരത്തെ എല്ലാവരും അറിയുന്നല്ലാതെ പോരെ. അപ്പൊ അയാളൊന്ന് പറയട്ടെ. പോയ വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അല്ലാഹു അക്ബർ. അതാ ഞങ്ങൾ പബ്ലിസിറ്റി ഇല്ലാതെ അറിയാൻ കഴിയില്ലല്ലോ. കാന്തപുരം ഉസ്താദിനെ ഏത് മനുഷ്യർക്കും അറിയാമെന്ന സത്യമെങ്കിലും നിങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ. അതാ പറഞ്ഞത് സത്യത്തെ മൂടി വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ ശരിക്കായിട്ട് മനസ്സിലായിക്കോളൂ. ഉസ്താദിനെ ആര് തൊട്ടോ ഓലെ പിന്നെ കൂടുതൽ കാലം ഇന്ത്യ രാജ്യത്ത് തല ഉയർത്തി നിന്ന സംഭവം ഇല്ല. ഉസ്താദിന്റെ ഞാനിപ്പോ ഉസ്താദിന്റെ കറാമത്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും അതൊക്കെ പറയണം. ഞാനൊന്നും പറയുന്നില്ല. ഞാനൊരു അറബിയുടെ വാക്ക് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അൽ-ഇത്തിഹാദ് പത്രത്തിന്റെ പത്രാധിപരായ ഷെയ്ഖ് ഇസ്മായിൽ ഫഖ്റാനി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ സിറാജ് പത്രത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു. ആരാ പറയുന്നത്? അൽ-ഇത്തിഹാദ് പത്രത്തിന്റെ പത്രാധിപർ പറയാണ്, ഇമാറത്തിലെത്തിയ കാന്തപുരം, അതായത് യുഎഇയിലെത്തിയ കാന്തപുരം അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരു അറബി സഹോദരനെ എന്നോടൊപ്പം സന്ദർശിച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ്. അതായത് ഈ പത്രാധിപർ പറയുന്നു, ഞാനും കാന്തപുര ഉസ്താദും കൂടി ഒരു അറബിനെ കാണാൻ പോയി. അയക്ക് രോഗമാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ യുവാവ് മയക്കത്തിലായിരുന്നു. വീട്ടുകാർ കാന്തപുരത്തോട് യുവാവിന്റെ രോഗശമനത്തിനായി പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെട്ടു. അപ്പൊ അറബികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സുഹൃത്തിന് സുഖമല്ല, അതുകൊണ്ട് ഉസ്താദ് നിങ്ങളൊന്ന് ദ്വാരിക്കണം കേട്ടോളൂ. കാന്തപുരം കുറെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി രോഗിയുടെ ശരീരത്തിൽ ഊതി. എന്തെല്ലാം ദിക്റുകളും സ്വലാത്തുകളുമാണ് അദ്ദേഹം ചൊല്ലിയതെന്ന് എനിക്കറിയില്ല കണ്ടോട്ടോ. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുഖമില്ലാതെ കിടന്നിരുന്ന യുവാവ് എഴുന്നേറ്റിരുന്നു. അസഹ്യമായ തന്റെ വയറുവേദന സുഖപ്പെട്ടുവെന്നും വയറ്റിൽ നിന്ന് ഒരു ആണിയെടുത്തു മാറ്റിയതുപോലെ തോന്നിയെന്നും ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു. ഇദ്ദേഹം ഇന്നും ഇമാറാത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അൽ-ഇത്തിഹാദ് പത്രത്തിന്റെ എഡിറ്റർ പത്രാധിപർ പറഞ്ഞ വാചകങ്ങൾ. സഹോദരന്മാരെ, അവരുസ്താദിനെ മനസ്സിലാക്കി. മാത്രമല്ല ഷെയ്ഖ് ഇസ്മായിൽ ഫഖ്റാനി ഇതേ മനുഷ്യൻ വേറൊരു സ്ഥലത്ത് പറയുന്നത് കേട്ടോളൂ. ഇമാറാത്തിലെ പണ്ഡിതർ ഒരുമിച്ച് കൂടിയ ഒരു സദസ്, അതിൽ കാന്തപുരവും സംബന്ധിച്ചിരുന്നു. സദസ്സിൽ വെച്ച് ഒരു ഹദീസിന്റെ വ്യാഖ്യാനം കാന്തപുരം നൽകിയപ്പോൾ ഈ പണ്ഡിതവര്യന്റെ ഇസ്ലാമിക പാണ്ഡിത്യത്തെ സദസ്സിലുള്ളവർ ഒന്നടങ്കം സമ്മതിച്ചു. പ്രസ്തുത ഹദീസിന്റെ ഇത്രയും വിശദമായ ഒരു വ്യാഖ്യാനം ആ സദസ്സിലുള്ളവർക്ക് അന്യമായിരുന്നു, ആദ്യമായിരുന്നു അവരത് കേട്ടത്. ഉസ്താദിന്റെ പവറായി പറയുന്നത് നിങ്ങൾ നോക്ക്. ഈ യാത്രയൊക്കെ നടത്തും. എത്ര കിതാബാ ഉസ്താദ് എഴുതിയത്? എത്ര കിതാബ്! ഞാൻ എന്റെ ദർശന കുട്ടികൾക്ക് ഉസ്താദിന്റെ കിതാബ് ചൊല്ലിക്കൊടുക്കാറുണ്ട്. ഇസ്മത്തുൽ നബി, എത്ര ഗ്രന്ഥങ്ങൾ അല്ലേ! എവിടുന്ന് അതിനൊക്കെ എത്ര മലയാള പുസ്തകങ്ങൾ, എത്ര പ്രഭാഷണങ്ങൾ! ഇങ്ങനെ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ ആരാ ഉള്ളത് അല്ലേ? എന്നിട്ട് ഷായർ മുബാറക്ക് കൊണ്ടുവന്നപ്പോ ചിലർ ഉസ്താദിനോട് സനത് ചോദിച്ചു. നിങ്ങൾക്ക് നേരെ പലരും ചോദിക്കുകയാണ്. ഞാൻ പറയും, ഉസ്താദിനെ ചാടിക്കാൻ വേണ്ടി ചിലർ കുഴിയുണ്ടാക്കും, അവസാനം ചാടൽ പോലെ. അത് ഉസ്താദിന്റെ ഒരു കറാമത്താണ്.